എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്ക്ലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. വലിയ വൊളാറ്റിലിറ്റി ഉള്ള ഒരാഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച അവധിയായിരുന്നു. 4 ദിവസം മാത്രമാണ് കഴിഞ്ഞ ആഴ്ചയിൽ ട്രേഡിംഗ് ഉണ്ടായിരുന്നത്. ഗ്ലോബൽ മാർക്കറ്റുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഹ്യൂജ് വൊളാറ്റിലിറ്റി ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടത്. പ്രത്യേകിച്ച് ഏഷ്യൻ മാർക്കറ്റുകളിലെ ജപ്പാൻ, ചൈന, സൗത്ത് കൊറിയ, തൈവാൻ ഈ രാജ്യങ്ങളിലൊക്കെ വലിയ വൊളാറ്റിലിറ്റി ആയിരുന്നു. ഒപ്പം മെമ്മറി റിലേറ്റഡ് സ്റ്റോക്കുകളിൽ, AI റിലേറ്റഡ് സ്റ്റോക്കുകളിലൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ വലിയ വൊളാറ്റിലിറ്റി ആയിരുന്നു. വെള്ളിയാഴ്ച മാസീവ് സെൽ ഓഫ് ആണ് ജപ്പാനിലും അതുപോലെ തന്നെ തൈവാനിലും സൗത്ത് കൊറിയയിലും ചൈനയിലൊക്കെ കണ്ടത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം വീണ്ടും മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് വഷളാവുന്നു. അതോടൊപ്പം തന്നെ AI രംഗത്ത് നിന്നുള്ള പല ന്യൂസ് ഫ്ലോസും സൂചിപ്പിക്കുന്നത് AI ബബിൾ ഉണ്ടാവുമോ എന്ന തരത്തിലുള്ള സംശയങ്ങളാണ്. ഒപ്പം മാസീവായിട്ടുള്ള റണ്ണപ്പ് ആയിരുന്നു പല മെമ്മറി സ്റ്റോക്കുകളിലും അതുപോലെ തന്നെ ഹാർഡ്വെയർ സ്റ്റോക്കുകളിലും AI റിലേറ്റഡ്, AI ഇൻഫ്രാ റിലേറ്റഡ് സ്റ്റോക്കുകളിലൊക്കെ കണ്ടത്. അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കൂടി കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലത്തെ ഓവറോൾ പെർഫോമൻസ് മാർക്കറ്റുകളിൽ നോക്കുകയാണെങ്കിൽ, വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റ് മാർക്കറ്റുകളെല്ലാം തന്നെ താഴെയാണ്. അതേസമയം ഇൻഡെക്സ് പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് ഇൻഡെക്സ് കഴിഞ്ഞ ആഴ്ചയിൽ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ജപ്പാനിലെ നിക്കായ് ഇൻഡെക്സുകളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. സൗത്ത് കൊറിയയിലും പുതിയ റെക്കോർഡ് ഹൈ ഒക്കെ ഹിറ്റ് ചെയ്തിരുന്നു. പക്ഷേ മാസീവ് സെൽ ഓഫിന് ശേഷം വീക്ക് ടു വീക്ക് ഈ ഇൻഡെക്സുകളെല്ലാം തന്നെ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പൊതുവെ മെമ്മറി റിലേറ്റഡ് സ്റ്റോക്കുകളിലാണ് വലിയ രീതിയിലുള്ള സെൽ ഓഫ് കണ്ടത്. സാൻഡിസ്ക് അതുപോലെ തന്നെ മൈക്രോൺ ഇത്തരത്തിലുള്ള ഓഹരികളൊക്കെ വീണ്ടും കഴിഞ്ഞ ആഴ്ചയിൽ ഹൈ വൊളാറ്റിലിറ്റിയിൽ പുതിയ റെക്കോർഡ് ഹൈ ഒക്കെ ഹിറ്റ് ചെയ്തിരുന്നു. പക്ഷേ വെള്ളിയാഴ്ചയിലത്തെ ക്ലോസിങ്ങിൽ വീണ്ടും താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പൊതുവേ AI റിലേറ്റഡ്, AI ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് സ്റ്റോക്കുകളിലാണ് കഴിഞ്ഞ ആഴ്ച മാസീവായിട്ടുള്ള ഹ്യൂജ് വൊളാറ്റിലിറ്റി കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കമ്പാരിറ്റീവ്ലി സേഫാണ്. കാരണം ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനികളൊന്നും തന്നെ ഇന്ത്യയിലില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. മറിച്ച് മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് മുന്നോട്ട് നീങ്ങുന്നില്ല. വീണ്ടും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആക്രമണം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് മോർണിംഗിൽ പോലും കുവൈറ്റിനെതിരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഹോർമുസ് കടലിടുക്കിൽ രണ്ടാമതൊരു ഷിപ്പിനെ കൂടി ആക്രമിച്ചിട്ടുണ്ട്. ഇന്നലെ ബഹറിന് നേരെയൊക്കെ ആക്രമണം നടത്തിയിരുന്നു. അപ്പോൾ ഈ ആക്രമണം കണ്ടിന്യൂ എന്ന് പോകുന്നത് തീർച്ചയായിട്ടും മാർക്കറ്റിന് അത്ര നല്ലതല്ല, പ്രത്യേകിച്ച് ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേലും ലെബനനും തമ്മിലുള്ള അഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതിലും ഇറാൻ എതിർപ്പുണ്ടെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് വീണ്ടും സങ്കീർണമാവുകയാണ്. ഇത്തരത്തിലുള്ളൊരു സങ്കീർണ അവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് വീണ്ടും വൊളാറ്റിലിറ്റി ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ക്രൂഡ് ഓയിൽ $74.16 പെർ ബാരലിനാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. $72.6 പെർ ബാരലിനാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ളൊരു ഫാളാണ് വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഉണ്ടായിട്ടുള്ളത്. ഒരവസരത്തിൽ $69.5 പെർ ബാരൽ വരെയൊക്കെ താഴ്ന്നിരുന്നു. അതിനുശേഷം വീണ്ടും മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് സങ്കീർണമാവുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റിലാണ് വെള്ളിയാഴ്ച വീണ്ടും ബ്രന്റ് ക്രൂഡ് ഓയിൽ ബെറ്ററായിട്ട് വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ വീക്ക് തന്നെയാണ്. അതേസമയം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലത്തെ ക്ലോസിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ വീണ്ടും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം നമ്മൾ കമോഡിറ്റി സെഗ്മെൻറ്റിലുള്ള ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഗോൾഡിൽ നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അതേസമയം വെള്ളിയാഴ്ച ഒരു നല്ല റിക്കവറിയാണ് ഗോൾഡ് നടത്തിയിട്ടുള്ളത്. എന്നിരുന്നാലും വീക്ക് ടു വീക്ക് താഴെയാണ്. അതേസമയം സിൽവർ നല്ല രീതിയിലുള്ള ഒരു ഫാളാണ് സിൽവറിൽ കണ്ടത്. സിൽവർ $59.05 പെർ ഔൺസിനാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് സിൽവർ ഗോൾഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത് $1088.6 പെർ ഔൺസിനാണ്. മറ്റെല്ലാ കമോഡിറ്റികളും വീക്ക് ടു വീക്ക് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പൊതുവെ മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് വീണ്ടും വഷളാവുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ നൈമസ് ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിലൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $121 വരെ ഉയർന്നതിന് ശേഷം കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്
ചെയ്തിരിക്കുന്നത് $72.6 പെർ ബാരലിനാണ്. തീർച്ചയായിട്ടും വളരെ ആശ്വാസം നൽകുന്ന ഒരു ന്യൂസ് തന്നെയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ റുപ്പി $US അഗൻസ്റ്റ് ആയിട്ട് വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ധനകാര്യ വർഷത്തിലെ ആദ്യത്തെ ക്വാർട്ടർ അടുത്ത ചൊവ്വാഴ്ച എൻഡ് ആവുകയാണ്. അപ്പോൾ ജൂലൈ 2nd വീക്ക് മുതൽ മേജർ കമ്പനികളൊക്കെ Q1 റിസൾട്ടുകൾ അനൗൺസ്മെൻറ്റ് തുടങ്ങും. അതോടൊപ്പം തന്നെ അമേരിക്കയിലും Q2 റിസൾട്ടുകളൊക്കെ അനൗൺസ്മെൻറ്റ് തുടങ്ങും. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസുകൾ തന്നെയാണ് മാർക്കറ്റിൽ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റ് ക്രൈസിസിൽ വീണ്ടും വലിയ രീതിയിലുള്ള സങ്കീർണാവസ്ഥ തുടരുകയാണെങ്കിൽ, വീണ്ടും ആക്രമണമൊക്കെ കൂടുകയാണെങ്കിൽ അതിൻ്റേതായ ഇമ്പാക്റ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റിൻ്റെ ഒരു നീജർക്ക് റിയാക്ഷനൊക്കെ ഇന്ത്യയിൽ കണ്ടേക്കാം. എന്നിരുന്നാലും ഓവറോൾ നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി സേഫാണ് ഇന്ത്യൻ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നല്ല Q1 റിസൾട്ട് എക്സ്പെക്റ്റേഷൻ ആണുള്ളത്. ആ എക്സ്പെക്റ്റേഷനിൽ അറ്റ് എവരി ഫാൾ ഒരു ഡിപ്പ് ബൈയും കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. ഇന്റർനാഷണൽ ഫാക്ടേഴ്സ് തീർച്ചയായിട്ടും അതിൻ്റെതായ ഇമ്പാക്റ്റ് ഒക്കെ എല്ലാ മാർക്കറ്റുകളിലും ഉണ്ടാക്കും. അതിൻ്റെ ഒരു നീജർക്ക് റിയാക്ഷൻ നമ്മുടെ മാർക്കറ്റിലൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പല സ്റ്റോക്കുകളിലും ധാരാളം ന്യൂസ് ഫ്ലോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ഒരു ആക്ഷൻ കാണാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് വെള്ളിയാഴ്ച അവധിയായിരുന്നു. അപ്പോൾ വെള്ളി, ശനി, ഞായറൊക്കെ ആയിട്ട് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ധാരാളം ന്യൂസ് ഫ്ലോസ് ഒക്കെ വന്നിട്ടുണ്ട്. BEMൽ 5.53 മില്യൺ $US ഒരു ഓർഡർ ബാഗ് എത്തിയിട്ടുണ്ട്. ഏഷ്യയിൽ നിന്നാണ്. എർത്ത് മൂവിങ് എക്യുപ്മെൻറ്റുകൾ സപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. ഏപ്രിലും ഇത്തരത്തിലുള്ള വലിയൊരു ഓർഡർ ബാഗ് ചെയ്തിരുന്നു. BEMൽ ബുള്ളറ്റ് ട്രെയിൻ രംഗത്തുള്ളൊരു കമ്പനി കൂടിയാണ് BEMൽ. അപ്പോൾ ഈ ന്യൂസൊക്കെ BEMലിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസുകൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ KEC ഇൻ്റർനാഷണൽ കഴിഞ്ഞ നവംബറിൽ പവർ ഗ്രിഡ് അവരെ ബാൻ ചെയ്തിരുന്നു ബിഡിങ്ങിൽ നിന്ന്. ആ ബാൻ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ KECനെ സംബന്ധിച്ച് ഇത് വളരെ പോസിറ്റീവ് തന്നെയാണ്. ഒപ്പം നമ്മൾ പല ന്യൂസുകളും നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ കോപ്പർ, കോഡൽക്കോ ആണ് വേൾഡിലത്തെ ലാർജസ്റ്റ് കോപ്പർ മൈനിങ് കമ്പനി. ആ കമ്പനിയിൽ നിന്ന് 4 മൈനുകൾ അക്യൂർ ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഈ കമ്പനീനെ സംബന്ധിച്ച് അത് പോസിറ്റീവാണ്. ട്രാൻസ് റെയിൽ ലൈറ്റിംഗ് 459 കോടി രൂപയുടെ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഓവർസീസ് ഓർഡറാണ്. തീർച്ചയായിട്ടും ഇതും ട്രാൻസ് റെയിൽ ലൈറ്റിങ്ങിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പവർ ട്രാൻസ്മിഷൻ രംഗത്തുള്ളൊരു കമ്പനി കൂടിയാണ്. അതോടൊപ്പം തന്നെ സുസ്ലോൺ വലിയൊരു ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട് ടാറ്റ പവറിൽ നിന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പല ന്യൂസ് ഫ്ലോസ് ഒക്കെയുണ്ട്. അതിനനുസരിച്ചുള്ളൊരു മൂവ്മെൻ്റ് ഒക്കെ അതാത് സ്റ്റോക്കുകളിലൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. ഓവറോൾ നമ്മൾ ഈ ആഴ്ചയും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു വൊളാറ്റിലിറ്റി തന്നെയാണ്. മേജറായിട്ട് മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് തന്നെയാണ് അതിന് കാരണം. അതോടൊപ്പം തന്നെ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ Q1 റിസൾട്ട് എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. ഈ ധനകാര്യ വർഷത്തെ ആദ്യത്തെ ക്വാർട്ടറിലത്തെ അഡ്വാൻസ് ടാക്സ് ഫിഗേഴ്സൊക്കെ പുറത്തു വിട്ടിരുന്നു. കോർപ്പറേറ്റ് ടാക്സ് 16%-ലധികമാണ് വർധനവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കമ്പനികളെല്ലാം തന്നെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും Q1 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യാൻ പോകുന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ മാർക്കറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ധാരാളം അപ്പ് മൂവ്സ് ഒക്കെ മാർക്കറ്റിൽ കാണാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ഒരു ബെറ്റർ സെൻറ്റിമെൻ്റ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതേസമയം ഗ്ലോബലി ഉണ്ടാക്കുന്ന വൊളാറ്റിലിറ്റി അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് ക്രൈസിസിൻ്റെ ഇമ്പാക്റ്റൊക്കെ നമ്മുടെ മാർക്കറ്റിലും കണ്ടേക്കാം. എന്നിരുന്നാലും വേഴ്സ്റ്റ് സീംസ് ഓവറാണ്. നമ്മളെ സംബന്ധിച്ച് ഒരു ബിഗ് ബാങ് റാലി ഒന്നും തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. മറിച്ച് റേഞ്ച് ബൗണ്ട് മാർക്കറ്റാണ് ഈ ആഴ്ചയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി പൊതുവെയുള്ള മറ്റ് ഇൻ്റർനാഷണൽ ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ഗവൺമെൻറ് 2028 കൂടിയിട്ട് ക്വാണ്ടം കമ്പ്യൂട്ടർ വലിയ രീതിയിൽ ലോഞ്ച് ചെയ്യും എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴുണ്ടാവുന്ന ഡാറ്റ ബ്രീച്ചിനൊക്കെ സെക്യൂരിറ്റി സൊല്യൂഷൻസ് 2031 ആകുമ്പോഴേക്കും കണ്ടുപിടിക്കുന്നുള്ള ഒരു റിപ്പോർട്ടും വന്നിട്ടുണ്ട്. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഒരു മൂവാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ ആഴ്ചകളിൽ അമേരിക്കൻ ഗവൺമെൻറ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് രംഗത്തിന് വലിയ രീതിയിലുള്ള
പ്രാധാന്യം നൽകി വലിയ ഫൈനാൻഷ്യൽ സപ്പോർട്ടൊക്കെ അനൗൺസ് ചെയ്തിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ മുമ്പ് പോഡ്കാസ്റ്റുകളിൽ സൂചിപ്പിച്ച പോലെ അടുത്തൊരു ഇന്നൊവേഷൻ വരുന്നു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് രംഗത്തുള്ള സ്റ്റോക്കുകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കുറേ ദിവസങ്ങളായിട്ട് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് രംഗത്തുള്ള സ്റ്റോക്കുകളും ETF-കളും ഓവർസീസ് ഇൻവെസ്റ്റേഴ്സിന്, അതായത് ഇന്ത്യയിൽ നിന്ന് NSE INX-ൽ കൂടെ ഓവർസീസ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ഓവർസീസ് ഇൻവെസ്റ്റേഴ്സിനൊക്കെ സജസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലത്തെ ഈ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വീക്ക് ടു വീക്ക് ബെറ്റർ ആണ്. കഴിഞ്ഞ ആഴ്ചകളിൽ ലിസ്റ്റിംഗ് വന്നിട്ടുള്ള കോണ്ടിനം നല്ല രീതിയിലുള്ള വളാട്ടിലിറ്റിയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ബെറ്റർ ആയിട്ടാണ്. അതോടൊപ്പം തന്നെ SMR സ്മോൾ മോഡുലർ റിയാക്ടർ ന്യൂക്ലിയർ പവർ രംഗത്തുള്ളൊരു ഇന്നൊവേഷനാണ്. ഈ രംഗത്തുള്ളൊരു കമ്പനിയുടെ IPO കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കയിലുണ്ടായിരുന്നു. ഡീപ്പ് ഫിഷൻ എന്ന് പറയുന്നൊരു കമ്പനി ആയിരുന്നു. $16 IPO നടത്തിയിരുന്നത്. $19 വരെ ഹൈ വന്നിരുന്നു. അതിനുശേഷം $7.7 വരെയൊക്കെ താഴെ വന്നിരുന്നു. മാസീവ് വൊളാറ്റിലിറ്റിയാണ്. അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അമേരിക്കൻ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. അമേരിക്കയിൽ സ്റ്റോക്കുകൾക്ക് ലിമിറ്റ് ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോക്ക് അപ്രീഷിയേറ്റ് ചെയ്യാനും താഴാനായിട്ട് ഏത് ലെവലും വരെ പോവും. 16 IPO നടന്നതിന് ശേഷം $7.7 പെർ ഷെയർ വരെയൊക്കെ താഴെ വന്നിരുന്നു. ഡീപ്പ് ഫിഷൻ വീണ്ടും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് $10.75 പെർ ഷെയർ ആണ്. ഈ ഷെയർ ലോങ് റണ്ണിലേക്ക് നല്ല രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാനുള്ള സാധ്യതയുള്ള ഒരു ഇന്നോവേറ്റീവ് സ്റ്റോക്കാണ്. അപ്പോൾ ഓവർസീസ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന 2 സ്റ്റോക്കുകളാണ് ഡീപ്പ് ഫിഷൻ അതുപോലെ തന്നെ കോണ്ടിനോം എന്ന് പറയുന്ന ക്വാണ്ടം കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന കമ്പനികൾ. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഓവർസീസ് സ്റ്റോക്കുകളിലൊക്കെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഷോർട്ട് ടൈമിൽ ഒരുപക്ഷെ നല്ല വൊളാട്ടിലിറ്റി ഒക്കെ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വൊളാട്ടിലിറ്റി താങ്ങാൻ കഴിയുള്ള ഇൻവെസ്റ്റേഴ്സ് മാത്രം ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ ധാരാളം ETF-കൾ അവൈലബിൾ ആണ്. ETF-ലും അവിടെ ഇത്തരത്തിലുള്ള വൊളാട്ടിലിറ്റി ഒക്കെ ഉണ്ടായിരിക്കും. എന്നിരുന്നാലും കമ്പാരിറ്റീവ്ലി സേഫ് ആയിരിക്കും എന്നുള്ളത് മാത്രം. ഇനി നമ്മൾ മറ്റു ന്യൂസ് സോഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ജനറേറ്റീവ് AI വന്നു. ഇപ്പോൾ ഏജൻറ്റിക് AI യുഗമാണ്. എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ജനങ്ങൾക്കും തങ്ങളുടെ കാര്യങ്ങൾ നടത്താനായിട്ട് ഒരു ഏജൻറ്റ് വേണമെന്നാണ് ഇപ്പോൾ പുതിയൊരു സർവേ സൂചിപ്പിക്കുന്നത്. അഡോബിയുടെ 2026 സർവേ വന്നിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ 61% ജനങ്ങളും പറഞ്ഞിരിക്കുന്നത് അവർക്ക് സ്വന്തമായിട്ടൊരു AI ഏജൻറ്റ് വേണമെന്നാണ് പറയുന്നത്. ഭാവിയിൽ ഈ AI ഏജൻ്റ് ആയിരിക്കും മറ്റ് ഏജൻറ്റുകളായിട്ട് അല്ലെങ്കിൽ കമ്പനികൾ പുറത്തുവിട്ടിട്ടുള്ള ഏജൻറ്റുകളൊക്കെ ആയിട്ട് ഡിസ്കഷൻ നടത്തി തീരുമാനം എടുക്കാൻ പോകുന്നത്. അത്തരത്തിലുള്ള ഒരു ആഗ്രഹമാണ് ഇന്ത്യയിലത്തെ 61% ജനങ്ങളും കാഴ്ചവെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അല്ലെങ്കിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ AI ഏജൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യയിൽ നിന്നാണ് ഈ സർവേയിൽ. അപ്പോൾ അഡോബിയുടെ ഈ സർവേ ഒരു ഐ ഓപ്പണറാണ്. ഇന്ത്യയിലെ ജനങ്ങൾ വലിയ രീതിയിലാണ് AI-നെ വെൽക്കം ചെയ്യുന്നത്. അതേസമയം AI മൂലമുണ്ടാകുന്ന ജോബ് ലോസസിനൊന്നും തന്നെ ഒരു പരിഹാരമായിട്ടില്ല. മറിച്ച് ഇത്തരത്തിലുള്ള ജോബ് ലോസസ് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ആ എംപ്ലോയീസൊക്കെ അപ്സ്കില്ലിംഗ് നടത്തണം. AI ടൂളുകളിലുള്ള അവരുടെ അപ്ഡേഷൻസ് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് കൂട്ടണം. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ന്യൂസുകൾ അതാത് രംഗത്തുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പ്രത്യേകിച്ച് AI ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ള സ്റ്റോക്കുകൾ, മെമ്മറി സ്റ്റോക്കുകൾക്കൊക്കെ വളരെ പോസിറ്റീവ് റിപ്പോർട്ടാണിത്. കാരണം ഭാവിയിൽ വലിയ രീതിയിൽ തന്നെയാണ് AI അഡോപ്ഷൻ വരാൻ പോകുന്നത്. അതിനനുസരിച്ച് ഹാർഡ്വെയർസ് ആവശ്യമാണ്, മെമ്മറി ആവശ്യമാണ്. അപ്പോൾ മെമ്മറിയൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികളുടെ എണ്ണം കുറവാണ്, സപ്ലൈ കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും വൊളാറ്റിലിറ്റിക്ക് ശേഷം ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഗ്ലോബലി മാത്രമാണ് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളും ETF-കളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ന്യൂസ് ഫ്ലോസ് വളരെ പോസിറ്റീവാണ്. അപ്പോൾ ഏജൻറ്റുകൾ വന്നു കഴിഞ്ഞു. അതേസമയം ഡീപ്പ് മൈൻഡ് ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡിവിഷനാണ്. ആ ഡീപ്പ് മൈൻഡ് CEO പറഞ്ഞിരിക്കുന്നത് 2030 അല്ലെങ്കിൽ അതിനു മുമ്പ് അല്ലെങ്കിൽ 2031 കൂടിയിട്ട് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് പ്രാബല്യത്തിൽ വരുന്നതാണ് പറയുന്നത്. വലിയൊരു ഡെവലപ്മെൻറ്റാണ് അതിനെ സംബന്ധിച്ച് നോക്കാനാണെങ്കിൽ. ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അതേ ബുദ്ധി തന്നെയാണ് AI-യിലും വരാൻ പോകുന്നത്.
തീർച്ചയായിട്ടും വലിയൊരു ഇന്നോവേഷനാണ്, അതേസമയം വലിയൊരു ത്രെട്ടാണ്, വലിയൊരു ഡിസ്റപ്ഷനാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനനുസരിച്ച് ഈ രംഗത്തുള്ള സ്റ്റോക്കുകളിലൊക്കെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സെക്ടർ സ്റ്റോക്കുകളൊക്കെ തേടി പിടിച്ചുകൊണ്ട് അത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു ഡിസിഷനൊക്കെ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു സജഷൻ. അപ്പം ഈ വർഷം ധാരാളം IPOs, വലിയ IPOs ഇന്ത്യയിലും വരുന്നുണ്ട്. NSEയുടെ IPO വരുന്നുണ്ട്. അതുപോലെ തന്നെ റിലയൻസ് ജിയോ ടെലികോമിൻ്റെ IPO വരുന്നുണ്ട്, ജിയോ പ്ലാറ്റ്ഫോമിൻ്റെ. ഒപ്പം SBI മ്യൂച്വൽ ഫണ്ടിൻ്റെ IPO വരുന്നുണ്ട്, സെപ്റ്റോ വരുന്നുണ്ട്. ധാരാളം ബിഗ് IPOs വരുന്നുണ്ട്. ഈ IPOs ഒക്കെ വരുമ്പോൾ സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള വലിയ IPOs ഒക്കെ വരുമ്പോൾ മാർക്കറ്റിലൊക്കെ ഒരു സെൽ ഓഫ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകൾ വളരെ സ്ട്രോങ് ആണ്, നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വലിയൊരു സെൽ ഓഫ് ഒന്നും തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. മറിച്ച് നല്ല IPOs ആണെങ്കിൽ മാസീവ് ഓവർ സബ്സ്ക്രിപ്ഷനൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. പ്രത്യേകിച്ച് NSEയുടെ IPO നോക്കുകയാണെങ്കിൽ ലോങ് റണ്ണിലേക്ക് മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നും ഉണ്ടായിരിക്കും. എല്ലാ രാജ്യങ്ങളിലും പെർഫോമൻസ് കൂടുന്നതിനനുസരിച്ച് അവർ പ്രോഫിറ്റബിലിറ്റി കൂടും. അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് BSEക്കും NSEക്കും MCSനൊക്കെ ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ NSEയുടെ IPO തീർച്ചയായിട്ടും ഒരു റെക്കോർഡ് സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി മറ്റ് ഗ്ലോബൽ ന്യൂസ് ഒക്കെ നോക്കുകയാണെങ്കിൽ സ്പേസ് എക്സ് ജൂൺ 12 ലിസ്റ്റ് ചെയ്തത്. ജൂലൈ 7 നാസ്ഡാക്ക് 100 ഇൻഡെക്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണ് സ്പേസ് എക്സിനെ. S&P 500 ഇൻഡെക്സിലേക്ക് കടക്കണമെങ്കിൽ കാത്തിരിക്കണം, കാരണം അവർക്ക് ധാരാളം കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതേസമയം നാസ്ഡാക്കിൽ ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് ഒന്നുമില്ല. സ്പേസ് എക്സ് നാസ്ഡാക്ക് 100 ഇൻഡെക്സിൽ ആഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് അറൗണ്ട് $5 ബില്യൺ വർത്ത് പാസീവ് ഫണ്ടുകളിൽ നിന്നുള്ള ഇൻഫ്ലോസ് സ്പേസ് എക്സ് സ്റ്റോക്കിലേക്ക് വരും. അത് സ്പേസ് എക്സ് സ്റ്റോക്കിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിരിക്കും എന്നാണ് റിപ്പോർട്ട്. $153.3 പെർ ഷെയറിനാണ് സ്പേസ് എക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് വെള്ളിയാഴ്ച. തീർച്ചയായിട്ടും നാസ്ഡാക്ക് 100 ഇൻഡെക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ള ഒരു കാര്യം മാർക്കറ്റിന് അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നിരുന്നാലും സ്പേസ് എക്സിൽ വോളാറ്റിലിറ്റി ഒക്കെ ഉണ്ടായേക്കാം. അതേസമയം പോസിറ്റീവ് ബയാസോട് കൂടിയിട്ടുള്ളൊരു മൂവ് ആയിരിക്കാം നമുക്ക് സ്പേസ് എക്സിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാം. നമ്മളെ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ കലണ്ടർ ഇയറിലെ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുകയാണ് ഈ ആഴ്ചയിൽ. തീർച്ചയായിട്ടും സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അടുത്ത വർഷം ആദ്യ മാസങ്ങളിൽ, അതായത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ 5 സ്റ്റേറ്റ് ഇലക്ഷൻസ് വരുന്നുണ്ട്. ഗോവ, മണിപ്പൂർ, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, UP. അതിനുശേഷം അടുത്ത വർഷം നവംബർ ഡിസംബറിൽ ഹിമാചൽ പ്രദേശ്, അതുപോലെ തന്നെ ഗുജറാത്ത് അസംബ്ലി ഇലക്ഷൻ വരുന്നുണ്ട്. ഈ അസംബ്ലി ഇലക്ഷൻസൊക്കെ അടുത്ത വർഷം നടക്കുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരിക്കണം. കാരണം പാർലമെൻറ്റിൽ 2029 1 ഇലക്ഷൻ പ്രഖ്യാപിക്കുകയാണെങ്കിൽ, അതായത് 1 കൺട്രി 1 ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രപ്പോസലൊക്കെ കണ്ടുവന്നിരുന്നു ലോക്സഭയിൽ. അതിന് വ്യക്തമായിട്ടുള്ള മെജോറിറ്റി അല്ലെങ്കിൽ റിക്വയർഡ് മെജോറിറ്റി കിട്ടാത്ത കാരണമാണ് ഇത് പാസ്സാക്കാതിരിക്കുന്നത്. അത്തരത്തിലൊരു പാസ്സാകലൊക്കെ ലോക്സഭയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ സ്റ്റേറ്റ് ഇലക്ഷനൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഈ സ്റ്റേറ്റ് ഇലക്ഷൻ ഒഫീഷ്യലി വരികയാണെങ്കിൽ, അനൗൺസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ അതിൻ്റേതായ വോളാറ്റിലിറ്റി ഒക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവൻറ്റുകൾ അടുത്ത 6 മാസത്തേക്കൊന്ന് കോഷനോടുകൂടി വാച്ച് ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. അപ്പോൾ നമ്മൾ ഈ ആഴ്ച എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും വോളാറ്റിലിറ്റി തന്നെയാണ്. ബെറ്റർ Q1 റിസൾട്ട് എക്സ്പെക്റ്റേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ അറ്റ് എവരി ഡിപ്പിലൊരു ബൈയും കാണാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ IPO മാർക്കറ്റും ചൂട് പിടിക്കുകയാണ്. ധാരാളം IPOs മെയിൻ ബോർഡിലും SMEയിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല IPOs ഒക്കെ നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള IPOസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഓവർസീസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സ്റ്റോക്കുകളിൽ, അതുപോലെ തന്നെ സ്മോൾ മോഡുലർ റിയാക്ടർ രംഗത്തുള്ള സ്റ്റോക്കുകളിലൊക്കെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുക. ഓവർസീസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഒരു കാര്യം കൂടി മനസ്സിൽ വയ്ക്കുക. അമേരിക്കയിൽ നിന്നൊക്കെ വാങ്ങുന്ന സ്റ്റോക്കുകളിൽ മാസീവായിട്ടുള്ള വോളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. അവിടെ ലിമിറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് പ്രൈസസ് ഏത് രീതിയിലും മൂവ് ചെയ്തേക്കാം. അപ്പോൾ അത്തരത്തിലുള്ള വോളാറ്റിലിറ്റി വാങ്ങാൻ കഴിവുള്ള ഇൻവെസ്റ്റേഴ്സ് മാത്രം ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.